ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നിതാ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ കറികളൊന്നും ബാലൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ അല്പം ചിക്കൻ എടുത്ത് ഒന്ന് കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ മസാലകളെല്ലാം ഒന്ന് വെന്ത ശേഷം ഉള്ളി കിഴങ്ങൊക്കെ വെന്ത ശേഷം ഞാനിതാ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതും ഒന്ന് വിസിലടിച്ച ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇതാ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങയെല്ലാം വറവായ ശേഷം ഞാനിതാ അല്പം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്രാവായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഇതാ അപ്പോഴത്തേക്കിനും കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. അതിതാ തിളച്ച് വന്നു കേട്ടോ. അങ്ങനെ ഇതാ കറിയെല്ലാം തിളച്ച് വന്ന ശേഷം ഞാനിതാ കറിവേപ്പിലിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. സെറ്റാക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം ഇതാ കടുകൊന്ന് പൊട്ടിച്ച് അതും കറി അങ്ങ് തിളപ്പിച്ച് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ അതിന് ശേഷം ഞങ്ങളിതാ ഏകദേശം വൈകുന്നേരം വിളക്കൊക്കെ വെക്കാനുള്ള സമയങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മക്കളിതാ പാടത്തുനിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. മീനുണ്ടെന്നാണ് തോന്നുന്നത്, അറിയില്ല. പിന്നെ ഇതാ അങ്ങനെ ഞങ്ങളിതാ വിളക്കൊക്കെ വെച്ച ശേഷം മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച ശേഷം ഞങ്ങളിതാ ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബിസ്ക്കറ്റും മിച്ചറും ആയിരുന്നു കേട്ടോ ചായക്ക്. അങ്ങനെ ഇതാ ഏട്ടൻ ഞങ്ങളെ കൂടെ ഇല്ല കേട്ടോ. 8 മണിയൊക്കെ ആവും കേട്ടോ ഏട്ടനെത്താൻ. അങ്ങനെ ഇതാ ഞങ്ങളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച ശേഷം ഞാൻ ഇതാ ഇവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ലച്ചുവിന് ഒരുപാടുണ്ട് കേട്ടോ എഴുതാൻ. അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് സബ്മിറ്റ് ചെയ്യാൻ. അങ്ങനെ ഇതാ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞു അടുത്തിരുന്ന് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. എന്തോ എന്നറിയില്ല, രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. രണ്ടും രണ്ട് റൂമിലാണ് കേട്ടോ ആക്കൽ. കാരണം ഇവർ രണ്ടാളും കൂടി ഒരുത്തിലിരുന്ന അടിയാണ് കേട്ടോ. കുഞ്ഞുവിന് ലച്ചുവിൻ്റെ എന്ത് സാധനം കിട്ടിയാലും വേണം കേട്ടോ. അപ്പോൾ അത് നാശാക്കി കാളും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇവരെ ഒരുത്തിൽ ഞാൻ ഇരുത്തില്ല കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ ശേഷം അവരവിടുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ കൂടെ വന്ന് ഞാനിതാ ഇസ്തിരി ഇട്ട് വെക്കുകയാണ് കേട്ടോ. കുറേ എണ്ണം ഞാൻ ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉണങ്ങിയത്. കാരണം ഇപ്പം മഴ ആയതുകൊണ്ട് എല്ലാം ഒന്നും ഉണങ്ങി കിട്ടില്ലല്ലോ. അങ്ങനെ ഇതാ ഉണങ്ങിയത് ഞാൻ എടുത്ത് ഇസ്തിരി ഇട്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ പഠിച്ച് വന്ന് അതിനുശേഷം ഞാൻ എന്താ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പുതിയ വീഡിയോയുമായി വരുന്നവരെ